ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ളൊരു കാട റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്രിസ്മസിനൊക്കെ നല്ല സ്പെഷ്യലായിട്ട് വെക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇവിടെ ഞാൻ നല്ല ക്ലീനാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ഒരു 4 കാടക്കോഴി ഉണ്ട്. ഇതിനെ നമുക്ക് നമ്മുടെ സൗകര്യം പോലെ പീസുകളാക്കി എടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 4 പീസാക്കിയിട്ട് ഓരോ കാടക്കോഴിനും എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മാഗ്നേറ്റ് ചെയ്യാനായിട്ട് എരിവുള്ള നല്ല മുളക് പൊടി 2 സ്പൂണും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് കറിവേപ്പില, പിന്നെ ഇതിലേക്ക് പുളിയുള്ള കുറച്ച് തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ കൈ വെച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് അതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് പിന്നെ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മാംസമുള്ള ഭാഗമൊക്കെ കേട്ടോ. അതും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ കൈ വെച്ച് നമുക്കിതിനൊന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കണം. വര ഇട്ട് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ, എന്നാലാണ് നമ്മുടെ മസാലയൊക്കെ നല്ല രീതിയിൽ പിടിക്കുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ ഇതിനെ മാഗ്നേറ്റ് ചെയ്ത് ഏകദേശം ഒരു അരമണിക്കൂറോളം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈങ് പാൻ നല്ല രീതിയിൽ ചൂടാക്കിയതിന് ശേഷം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നല്ല രീതിയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഓരോ പീസും ഇതിലേക്ക് നിരത്തി വെച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഫ്രൈ ചെയ്യുമ്പോൾ ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റോളം നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ തന്നെയും നമ്മുടെ കാടക്കോഴി നല്ല രീതിയിൽ ഫ്രൈ ആയിട്ട് വരും. നമ്മൾ ഇതിലേക്ക് വേറെ മസാല ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഇതിന് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ കിട്ടുക. അപ്പോൾ നമ്മൾ 2 സൈഡും നല്ല രീതിയിൽ മുരിയിച്ചെടുക്കാം. ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് കേട്ടോ ഇതിനെ ഫ്രൈ ചെയ്തിരിക്കുന്നത്. ഇപ്പം മുഴുവൻ കാട നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതേ ഓയിൽ തന്നെയാണ് കേട്ടോ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു വലിയൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ ഫ്രൈ ചെയ്തിരിച്ചിരിക്കുന്ന ഓയിലും പിന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു 4 മീഡിയം സൈസിലുള്ള സവോളയാണ് അത് ചേർത്ത് കൊടുത്തിട്ട് ഈ സവോള പകുതി ആവണ വരേക്കും നമുക്കിതിനൊന്ന് വഴറ്റി ഒന്നെടുക്കാം കേട്ടോ. ഇത് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമണവും ഒക്കെ ഒന്ന് മാറി വരണം. ഈ ഒരു ടൈമിൽ നമുക്കൊരു 1/4 സ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റാം. അപ്പോൾ സവോളയ്ക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നമ്മുടെ കറിവേപ്പില, അതുപോലെ തന്നെ ഒരു 5 പച്ചമുളക് കീറിയത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നമ്മൾ ഇതിലേക്ക് വേറെ എക്സ്ട്രാ അധികമായിട്ട് മുളക് പൊടി ഒന്നും ചേർക്കാത്തത് കൊണ്ടാണ് നമ്മൾ പച്ചമുളക് കുറച്ച് കൂടുതൽ എടുത്തിരിക്കുന്നത്. ഇനി ഒരു കളറിന് ആവശ്യമായിട്ട് 1 സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതിനുശേഷം നമ്മൾ ഒരു 2.5 സ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല രീതിയിൽ നമുക്കിതിൻ്റെ പച്ചമണം മാറണ വരേക്കും ഒന്ന് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഏകദേശം പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. വലിയൊരു തക്കാളിയാണ്, പഴുത്ത തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ നമുക്കിതിനെ സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിനൊക്കെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ ഫ്ലേവർ നമ്മുടെ മസാലയിലേക്കൊക്കെ കിട്ടണം. അതിനായിട്ടാണ് ഈ ഒരു ടൈമിൽ നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് മസാലയ്ക്ക് കുറച്ച് ഉപ്പ് കുറവാണെന്ന് തോന്നി, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് തക്കാളിയും സവോളയൊക്കെ ഒന്ന് വഴണ്ട് വരാനായിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കുമ്പോൾ തക്കാളിയും ഇതൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുളിയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ചും കൂടി തൈര് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ നല്ല ലൂസായിട്ടുള്ള തൈരാണ്. നിങ്ങളുടെ കയ്യിൽ പുളിയുള്ള ഏത് തൈര് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. പിന്നീട് നമ്മുടെ മസാല ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം നമ്മുടെ മസാലയുടെ സെയിം ബാലൻസിൽ തന്നെ ഞാൻ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ വെള്ളം ഒന്ന് തിളച്ച് നമ്മുടെ മസാലയ്ക്ക് ഒന്ന് കുറുകി വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാട നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മസാല എല്ലായിടത്തും ആവണ രീതിയിൽ നമുക്ക് എല്ലാതും നല്ല രീതിയിലൊന്ന് വഴറ്റി ഇതിലേക്ക് മസാലയൊക്കെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളമൊന്നും അധികം ഒഴിക്കേണ്ട, നമ്മൾ റോസ്റ്റ് പരുവത്തിലാണല്ലോ എടുക്കണേ. നിങ്ങൾക്ക് സെമി ഗ്രേവി പരുവത്തിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെക്കാവുന്നതാണ്.
ഇപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റിന് ശേഷം നമ്മൾ എടുത്തപ്പോൾ തന്നെ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല കുറുകി നല്ല റോസ്റ്റ് പരുവത്തിൽ വന്നിട്ടുണ്ട്. അവസാനമായിട്ട് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ നമുക്ക് ഇതിനൊന്ന് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഒരു 5 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിനൊന്ന് എണ്ണ തെളിയണ വരേക്കും വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നല്ല രീതിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മുകളിൽ തൂവി കൊടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കാട ഫ്രൈ നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്.